നമസ്കാരം. എവിടെ നോക്കിയാലും ഇരുട്ടടിയാണ്. ആരാണ് തല്ലുന്നത് എന്ന് മനസ്സിലാക്കാൻ അമേരിക്കക്ക് കഴിയുന്നില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കഴിയുന്നില്ല. ലോക പോലീസിന്റെ ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണ്. ഇത്ര ഗതികെട്ടൊരവസ്ഥയിലേക്ക് അവർ നേരത്തെ പോയിട്ടില്ല. ഇതിപ്പോ ചൈനയാണോ തല്ലുന്നത്, ഉത്തര കൊറിയയാണോ, ഇറാനാണോ, റഷ്യയാണോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലുമാണോ? കാരണം ഇവിടെ ഈ തുടർച്ചയായി ഗുണ്ടാപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും. ഒരു അവസരം കിട്ടിയാൽ അവരൊക്കെ ആ അവസരം മുതലാക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ഒരു നീക്കമാണ് മൊത്തത്തിൽ അമേരിക്കക്കെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ നീക്കങ്ങൾ നടക്കുന്നു. ഇറാന്റെ പണി ഭംഗിയായി എടുക്കുന്നു. ഇതിനിടയിൽ മറ്റാരൊക്കെയോ അടിക്കുന്നു എന്നൊരു തോന്നൽ ട്രംപിനുണ്ടാകുന്നു. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇപ്പോൾ റഷ്യക്കെതിരെ ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നു. അതായത് നിങ്ങൾ ഇറാനെ സഹായിച്ചാൽ ഞങ്ങൾ യുക്രൈനെ സഹായിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. റഷ്യ അത് കേട്ട ഭാവം നടിച്ചിട്ടില്ല. ഏതായാലും ബഗ്ദാദിലെ അമേരിക്കയുടെ എംബസി അതിപ്പോൾ ഒരു പിടി ചാരവും കുറച്ച് പുകയും മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. ബാക്കിയൊക്കെ ഏറെക്കുറെ അവസാനിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇറാൻ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ ആക്രമണം എത്തും, നിങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ ആക്രമണം ഉണ്ടാകും, നിങ്ങളുടെ പൗരന്മാരും നിങ്ങളുടെ സൈനികരും സുരക്ഷിതരല്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. ആ പണി ഇറാൻ വളരെ കൃത്യമായി ചെയ്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ചെയ്തു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമേരിക്കക്ക് ഇത്ര വലിയ നഷ്ടം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും ഉണ്ടായിട്ടില്ല. സൗദി എയർബേസിലെ 5 വിമാനങ്ങൾ അത് ഏറെക്കുറെ തീരുമാനമായി. അതിന് തൊട്ടു പിന്നാലെയാണ് ഇറാഖിലെ ബഗ്ദാദിലെ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഈ എംബസി ഞാൻ പറഞ്ഞല്ലോ, അത് പുകയായി, ഒരു പിടി ചാരവും കുറച്ച് പുകയും അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇപ്പോഴാണ് ട്രംപ് പറയുന്നത്, അതായത് റഷ്യയാണ് ഇതിന് പുറകില്. ട്രംപിന് ഒരു ഐഡിയയും ഇല്ല. ഇനി ചൈനയാണ് എന്ന് കുറച്ചു കഴിഞ്ഞാൽ ട്രംപ് പറയും. അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്തായാലും ഈ വ്യോമയുദ്ധവും അതുപോലെ തന്നെ നാവിക യുദ്ധവും ഒക്കെ ഏറെക്കുറെ അവസാനിച്ച മട്ടാണ്. അതായത് കടൽ വഴിയുള്ള ആക്രമണം, ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലൊക്കെ എടുത്ത് അമേരിക്ക ഓടി കഴിഞ്ഞ ദിവസം. അപ്പൊ ആ കപ്പൽ അവിടെ ഇല്ല. ഇനി ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന് പറയുന്ന കപ്പലാണ് ബാക്കിയുള്ളത്. മറ്റൊരു കപ്പൽ കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അതിന്റെ സ്ഥിതി എന്താണ് എന്നറിയില്ല. നേരത്തെ പുറത്തു വന്ന വാർത്ത ഈ ജെറാൾഡ് ആർ ഫോർഡിനെ കെട്ടിവലിക്കുന്നതിന് വേണ്ടിയാണ് അത് കൊണ്ടുവരുന്നത് എന്നാണ്. അതായത് ഇനി കരയുദ്ധം നടത്തണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം. മറ്റ് പരിപാടികളൊക്കെ ഏറെക്കുറെ പരാജയപ്പെട്ടു എന്ന് ട്രംപ് ഉറപ്പിച്ചു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഉറപ്പിച്ചു. അല്ലെങ്കിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പൊ എവിടെ എന്നതിനെ കുറിച്ച് ഒരു രൂപവുമില്ല. ഉറ്റ ചങ്ങാതിയെ കാണുന്നില്ല. അതിലും ട്രംപിന് വലിയ വേവലാതിയുണ്ട്. അതിലും മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ട്രംപിന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ നഷ്ടങ്ങൾ ഇവിടെ അമേരിക്കക്ക് ഉണ്ടാകുമ്പോൾ അമേരിക്ക ഇപ്പോൾ ഇറാനെ പ്രകോപിപ്പിക്കും വിധത്തിലുള്ള ഒരു ആക്രമണം കൂടെ നടത്തിയിട്ടുണ്ട്. അവരുടെ എണ്ണ ഉൽപാദന മേഖല കാർഗ് ദ്വീപിൽ, അതിന്റെ ഒരു 90% ഇറാനിലെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കാർഗ് ദ്വീപിലാണ്. അവിടേക്ക് ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇതിന് മറുപടി എന്നോണം ഇപ്പോൾ ഇറാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുമായി ബന്ധമുള്ള മുഴുവൻ രാജ്യങ്ങളിലേക്കും ആക്രമണം നടത്തും. അവിടുത്തെ എണ്ണ ഉൽപാദന മേഖലകളിലേക്ക്, എണ്ണ സംഭരണശാലകളിലേക്ക് ആക്രമണം നടത്തുമെന്നതാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെ പെട്രോളും ഡീസലും കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. ഗ്യാസ് കിട്ടാനില്ല എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നലെ 2 കപ്പലുകൾ ഗ്യാസുമായിട്ട് ഹോർമൂസ് കടലിടുക്ക് വഴി വന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചങ്കുകളൊക്കെ അവരുടെ FB പേജിൽ കുറിക്കുന്ന ചില വരികളുണ്ട്, അവർ പ്രചരിപ്പിക്കുന്ന ചില വാർത്ത. അതായത് ഇന്ത്യൻ നാവികസേനയുടെ അകമ്പടിയോടുകൂടി 2 കപ്പലുകളിൽ ഗ്യാസ് ഹോർമൂസ് കടലിടുക്ക് വഴി കൊണ്ടുവന്നു, ആവശ്യമായിട്ടുള്ള സുരക്ഷ ഇന്ത്യൻ നാവികസേന കൊടുത്തു എന്നൊക്കെയാണ്. ഇന്ത്യൻ നാവികസേന മോശമാണ് എന്നൊന്നല്ല ഞാൻ പറയുന്നത്. ഇന്ത്യൻ നാവികസേന അത് ശക്തമായിട്ടുള്ള ഒരു സംവിധാനം തന്നെയാണ്. പക്ഷെ ഇവിടെ ഇറാന്റെ അനുവാദത്തോടു കൂടിയാണ് 2 കപ്പല് കടന്നു പോകുന്നത്. എന്നാൽ ഇവിടെ എത്രയോ കപ്പലുകൾ ഈ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിന്റെ ഭാഗമായി നടുക്കടലിൽ കിടക്കുന്നുണ്ട്. ഒരുപാട് നാവികർ കിടക്കുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ടൊന്നും ചങ്കുകൾ പറയാൻ ഒന്നും തയ്യാറാകുന്നില്ല. ക്ഷാമം ഇപ്പോഴും തീർന്നിട്ടില്ല. ഗ്യാസ് അവിടെ നിന്ന് വന്നിട്ടേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇവിടെ ഈ കൊണ്ടുവരുന്ന ഗ്യാസ് പോലും തികയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ എവിടെ നിന്നൊക്കെയാണ് അടി കിട്ടുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ ഗുണ്ടാപ്പണി എടുക്കുന്ന ആളുകളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും. അപ്പൊ പല ഭാഗത്തു നിന്നും അടി വരാം. അത് ആരാണ്, എവിടെ നിന്നാണ് കിട്ടുന്നത്, ഒക്കെ ഇരുട്ടടിയാണ്. ഇരുട്ടിന്റെ മറവിലാണ് അടി മുഴുവൻ. എന്തായാലും അമേരിക്ക എല്ലാം ഈ നെഞ്ചേറ്റ് വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒന്നും അവർ പുറത്തു കളയുന്നില്ല. ഒക്കെ അവർ കിട്ടിബോധിച്ചു എന്നവർ കൃത്യമായി അവർ ഒപ്പിട്ട് കിട്ടിബോധിച്ചു എന്ന് പറയുന്നുണ്ട്, അവർ ഒപ്പിട്ടിട്ട്. എന്തായാലും അത്തരമൊരു അവസ്ഥയിലേക്ക് അമേരിക്ക പോയിരിക്കുന്നു. ഈ ഒരു അവസ്ഥയിൽ തന്നെ മറ്റൊരു തിരിച്ചടി കൂടെ അമേരിക്കക്ക് ഇപ്പോൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഉത്തര കൊറിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവർ അസ്വസ്ഥരാണ്. ഈ യുദ്ധത്തിൽ അവർക്കും പങ്കാളികളാകണം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ നീക്കം ഒന്നുകൂടെ ശക്തിപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ദക്ഷിണ കൊറിയയും അമേരിക്കയും ചേർന്ന് സൈനിക അഭ്യാസം നടത്തുന്നതിനിടെ
ജപ്പാൻ കടലിലേക്ക് ഉത്തര കൊറിയ 10 മിസൈലുകൾ വിക്ഷേപിച്ചു എന്നുള്ളതാണ്. അമേരിക്ക തൽക്കാലം അഭ്യാസം അവസാനിപ്പിച്ചു പോയി എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. ദക്ഷിണ കൊറിയക്ക് അല്ലെങ്കിൽ തന്നെ അമേരിക്കയോട് ചില അതൃപ്തികളുണ്ട്. അവരുടെ നാട്ടിലുണ്ടായിരുന്ന താഡ് സംവിധാനങ്ങളൊക്കെ, എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ എടുത്തുകൊണ്ട് ഇസ്രായേലിൽ കൊണ്ടുവച്ചു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ദക്ഷിണ കൊറിയയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അമേരിക്കയെ കൂടുതൽ അസ്വസ്ഥരാക്കുക എന്നത് തന്നെയാണ് ഉത്തര കൊറിയയിലെ ഭരണാധികാരി കിം ജോങ് ഉൻ ലക്ഷ്യം വെക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പണികൾ കൃത്യമായി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇറാന് മിസൈൽ സാങ്കേതിക വിദ്യയൊക്കെ കൈമാറിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത ദിവസം തന്നെ അടുത്ത അടി കാലിഫോർണിയയിലേക്കാണ് എന്നുള്ള വാർത്ത പ്രചരിച്ചിരുന്നു. അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത്, രഹസ്യ വിവരമൊക്കെ പുറത്തുവിട്ടത് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു അന്വേഷണ ഏജൻസിയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അമേരിക്ക കൂടുതൽ ശക്തമായ ആക്രമണം നടത്തുമെന്ന് പറയുന്നു, കരയുദ്ധം നടത്തുമെന്നൊക്കെ പറയുന്നു. എന്തായാലും കരയുദ്ധത്തിലേക്ക് അമേരിക്കൻ സൈനികരെ ഇറാൻ 2 ദിവസം മുമ്പ് തന്നെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ഇപ്പോൾ ഇറാൻ അവരെ സ്വാഗതം ചെയ്യുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.